56 വർഷങ്ങൾക്ക് മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്തെത്തിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് മൃതദേഹം ഏറ്റുവാങ്ങി. അപകടം ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ സൈനിക വിമാനം തകർന്നായിരുന്നു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ വിലാപയാത്രയായി ജന്മനാടായ ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും. ഉച്ചയോടെയാണ് വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് മൃതദേഹം ഏറ്റുവാങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് വിലാപയാത്രയായി തുറന്ന സൈനിക വാഹനത്തിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്ക്. ഇന്ന് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ വിലാപയാത്രയായി ജന്മനാടായ ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെ ചടങ്ങുകൾക്കു ശേഷം ഉച്ചയ്ക്ക് 2-ന് ഇലന്തൂർ കാരൂർ സെയിന്റ് പീറ്റേഴ്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ചണ്ഡീഗഡിൽ നിന്ന് ലേ ലഡാക്ക് സൈനികരുമായി പോയ വിമാനം 1968 ഫെബ്രുവരി 7-നാണ് അപകടത്തിൽപ്പെട്ട് മഞ്ഞുമലയിൽ കാണാതായത്. ആർമിയിൽ ക്രാഫ്റ്റ്സ്മാനായിരുന്ന തോമസ് ചെറിയാന് അന്ന് 22 വയസ്സായിരുന്നു. 1965-ലാണ് തോമസ് ചെറിയാൻ സേനയിൽ ചേർന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.